എല്ലാവർക്കും നമസ്കാരം. ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രപ്രകാരം അത്ര വലിയ ദുരിതങ്ങൾ ഇല്ലെങ്കിലും ശനിയുടെ അടുത്ത നക്ഷത്ര പ്രവേശനം ഇതിൽ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാരെ ഉറപ്പായും പിടിച്ചു കുലുക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പറയാൻ കാരണം ഇന്ന് പുലർച്ചെ രാശി വെച്ചപ്പോൾ അതിൽ കൃത്യമായി കിട്ടിയതാണ്. ഈ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിയോടും പരിഭ്രമത്തോടും കൂടി നോക്കിക്കാണുന്നതുമായിട്ടുള്ള ഒരേ ഒരു ഗ്രഹം അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ശനീശ്വരനാണ്. എന്തുകൊണ്ടിങ്ങനെ ആശങ്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ശനിദോഷം വന്നാൽ അത് വാസ്തവത്തിൽ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയോടൊപ്പം ജീവിതം നയിക്കുന്ന മറ്റെല്ലാവരെയും, അതും പ്രത്യക്ഷമായ അല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ബാധിച്ചിരിക്കും. മാത്രവുമല്ല, ഈ ശനിദോഷം അത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായിരിക്കും. അങ്ങനെ ആ പ്രവൃത്തി കഴിഞ്ഞാലോ ആ വ്യക്തിക്ക് സ്വയം തന്നെ തോന്നും, ഇത് ഞാൻ തന്നെ ചെയ്തതാണോ, എനിക്കിതെന്താണ് സംഭവിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് പോലും ഒരു നിശ്ചയമുണ്ടാകില്ല. വാസ്തവം പറഞ്ഞാൽ ഈ ശനീശ്വരൻ നൽകുന്ന ആ ഒരു പീഡ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു കാഠിന്യം എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ പരീക്ഷണ കാലഘട്ടത്തിൽ ആ വ്യക്തിയുടെ സാമ്പത്തിക രംഗത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ശനിയുടെ ഈ പറഞ്ഞ പിടിമുറുക്കം ആരംഭിച്ച് ഏതാനും ചില ദിവസങ്ങൾക്കകം കണ്ടു തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, ഇതുവരെ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സാമ്പത്തിക ഭദ്രതയോടുകൂടി മുന്നോട്ട് പോയതാണെങ്കിലും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് വൻ വീഴ്ചകൾ സംഭവിക്കാം. ഉദാഹരണമായി, വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ കള്ളൻ കയറുക, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ ബന്ധുക്കളോ അയൽവക്കക്കാരോ കരസ്ഥമാക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള വലിയ പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തുന്ന ആ ഒരു അവസ്ഥ ആ വ്യക്തിക്ക് സംജാതമാകും. മാത്രവുമല്ല, ഒരുപാട് നാളുകളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളിൽ പലതും അത് അവസാന നിമിഷം തകർന്നു പോകുന്ന അവസ്ഥ തീർച്ചയായിട്ടും ദൃശ്യമാകും. എന്നാൽ ഇതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പരിഹാരമുണ്ട്. പക്ഷേ ആ പരിഹാരം കൊണ്ട് സാധിക്കുന്നത് വരാനിരിക്കുന്ന ആ ദുർഘടങ്ങളുടെ ആഘാതം കുറയ്ക്കാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നത് പോലെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞതുപോലുള്ള കാഠിന്യം, ഈ ദോഷകാഠിന്യം അത് തീർച്ചയായും കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഈ പറഞ്ഞു പോകുന്ന നക്ഷത്ര വിഭാഗത്തിൽ നിങ്ങളുടെ നക്ഷത്രമോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും നക്ഷത്രമോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും കൃത്യമായ പരിഹാരങ്ങൾ അതും യഥാസമയം ചെയ്യാനും ഇത് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും. വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി നോക്കാം. ഏറ്റവും ആദ്യം, ഇന്ന് പുലർച്ചെ പ്രശ്നം വെച്ചപ്പോൾ ആ പ്രശ്നവിധിപ്രകാരം അതിൽ തെളിഞ്ഞ ഈ ശനിദോഷങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് പറയാം. ഒന്ന്, സാമ്പത്തിക രംഗത്തായിരിക്കും ശനി ആദ്യം പണി തുടങ്ങുക. 2, കയ്യിൽ പണം വന്നാലും അത് പെട്ടെന്ന് ചിലവായി പോകുന്ന അവസ്ഥ സംജാതമാകും. 3, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വലിയൊരു തുക പെട്ടെന്ന് തന്നെ എടുത്ത് ചിലവാക്കേണ്ടി വരും. ഇത് കടബാധ്യതകൾ പെരുകാൻ കാരണമാകും. 4, ആരോഗ്യരംഗം. ചെറിയ അസുഖങ്ങളാണെന്ന് കരുതി ഡോക്ടറെ കാണാതെ അവഗണിക്കുന്ന കാര്യങ്ങൾ വലിയ ആശുപത്രിവാസങ്ങളിലേക്കും സർജറിയിലേക്കും വരെ ഒരു പക്ഷേ നയിച്ചേക്കാം. 5, കർമ്മമേഖല. ചെയ്യുന്ന ജോലിയിൽ യാതൊരുവിധ സമാധാനവും ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരും. മാത്രവുമല്ല, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ നിരന്തരമായിട്ടുള്ള മാനസിക വിഷമങ്ങൾ നേരിടേണ്ടി വരും. 6, കുടുംബജീവിതത്തിലായാലും ദമ്പതികൾ തമ്മിലായാലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ കലഹങ്ങൾ ഉണ്ടാകാൻ ഈ സമയം കാരണമാകും. അതെന്തുകൊണ്ടെന്നാൽ ശനി ഭഗവാൻ ഒരു കർമ്മഫലദാതാവാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ അദ്ദേഹം കൃത്യമായി നൽകുന്നതുമായിരിക്കും. ഇനി നമുക്ക് ശനിയുടെ ദുരിതങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആ 7 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ വിശദമായി നോക്കാം. ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽ വരുന്നത് പൂയം, ആയില്യം എന്നീ 2 നക്ഷത്രക്കാരാണ്. ഈ 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
കണ്ടകശനി ദോഷം അതിൻ്റെ ഏറ്റവും കാഠിന്യത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയമാണ്. തൊഴിൽ മേഖലയിൽ നിങ്ങൾ വലിയ പ്രതിസന്ധികളെ തീർച്ചയായും അഭിമുഖീകരിക്കേണ്ടി വരും. ജോലിസ്ഥലത്ത് നിങ്ങൾ എത്രയൊക്കെ ആത്മാർത്ഥമായി പണിയെടുത്താലും അതിന് യാതൊരുവിധ അംഗീകാരവും ലഭിക്കില്ല. സ്വന്തം ബിസിനസ് നടത്തുന്നവർ ഒരു കാരണവശാലും ഈ സമയത്ത് പുതിയ പാർട്ട്ണർഷിപ്പുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ വലിയ തുകകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ വിദഗ്ധ ഉപദേശം തേടിയതിന് ശേഷം മാത്രം ചെയ്യുകയായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം അത് വലിയ നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയാണ് ഏറിയ പങ്കും കാണുന്നത്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളോ കാറോ ഉപയോഗിക്കുന്നവർ അതീവ ശ്രദ്ധയോടുകൂടി വേണം വാഹനം ഓടിക്കേണ്ടത്. ചെറിയ യാത്രകൾ പോലും അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വാഹനങ്ങൾ ഓടിച്ചു പോകുക. മാത്രമല്ല രാത്രി യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പണം കടം കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ആ പണം നിങ്ങൾക്ക് വീണ്ടും തിരികെ ലഭിക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും. ഇത് പിന്നീട് വലിയ ബന്ധുത്വ ശത്രുതയിലേക്കുമൊക്കെ വഴിവെക്കാനും മതി. ഇനി അടുത്തതായിട്ട് ഈ പട്ടികയിൽ വരുന്നത് വൃശ്ചികൻ രാശിയിൽ വരുന്ന അനിഴം, തൃക്കേട്ട എന്നീ 2 നക്ഷത്രക്കാരാണ്. അഷ്ടമശനി ദോഷത്തിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇവരെ തേടിയെത്തുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരും നാളുകളിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അത് വളരെ കൂടുതലായിരിക്കും. പറയാൻ കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ പോലും മനസ്സിൽ വലിയൊരു ഒറ്റപ്പെടൽ ആ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ ചതി അതും പൊടുന്നനെ നേരിടേണ്ടി വന്നേക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഈ 2 നക്ഷത്രക്കാരും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് പ്രത്യേകിച്ചും ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥിക്ക് വേദനയോ പോലുള്ള അസുഖങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ മാക്സിമം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം. ഈ സമയത്ത് നിങ്ങളുടെ ദേഷ്യവും സംസാരവും മറ്റുള്ളവരെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചേക്കും. അതിനാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കോടതി കേസ് വഴക്കുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയങ്ങളിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി 3ാമത്തെ വിഭാഗത്തിൽ വരുന്നത് മീനം രാശിയിൽ ഉൾപ്പെടുന്ന പൂരുരുട്ടാതി, അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്രക്കാരാണ്. 7 ശനിയുടെ ഏറ്റവും തീവ്രമായ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുന്നത്. ഇത് ശരിക്കും ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ വലിയ പരീക്ഷണ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മാത്രവുമല്ല എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ സംജാതമാകും. മാത്രവുമല്ല നിങ്ങളിപ്പോൾ ഒരു വീട് പണി ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ അത് പാതി വഴിയിൽ നിർത്തിവെക്കേണ്ട അവസ്ഥ സംജാതമായേക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവുമില്ലാതെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു തരം ഭയവും ദുഃഖവും അത് എപ്പോഴും ഇങ്ങനെ നിഴലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഒരു പക്ഷേ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ ഈ സമയത്ത് ശ്രദ്ധ വളരെ കുറവായിരിക്കും. കാരണം പഠിക്കാൻ ബുക്ക് തുറന്നു നോക്കുമ്പോൾ അവർക്ക് വല്ലാത്ത അലസത പോലെയായിരിക്കും തോന്നുക. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകും. ശനിയുടെ പിടിമുറക്കം ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ആ ഒരു സമയമായിരിക്കും ഈ പറഞ്ഞ സമയം. ഇനി നമുക്ക് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ 7 നക്ഷത്രക്കാരും ഇത് കേട്ട് പരിഭ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പകരം ശനിദോഷം നമ്മളെ തളർത്താൻ വരുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ യാഥാർത്ഥ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ശനിദോഷം അല്ലെങ്കിൽ ശനി ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ശരിയായ പ്രതിവിധികളിലൂടെ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇനി പറയാൻ പോകുന്ന പരിഹാരങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും വളരെ വലിയ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമതായി ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ശനിയാഴ്ച ദിവസം പൂർണ്ണമായും മാംസാഹാരം ഒഴിവാക്കുക. മത്സ്യമാംസാദികൾ മാത്രമല്ല, ലഹരി ഉപയോഗവും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇനി രണ്ടാമതായി
ധർമ്മശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും നിരന്തരം പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ നീരാഞ്ജനം വഴിപാടായിട്ട് കഴിക്കുകയും ചെയ്യുന്നത് ഈ ശനിദോഷം കുറയ്ക്കാൻ വളരെ അത്യുത്തമമായിരിക്കും. ഈ നീരാഞ്ജനം എന്ന് പറയുമ്പോൾ എള്ളുകിഴി കെട്ടി എള്ളെണ്ണയിൽ വിളക്ക് കത്തിക്കുന്നതിനെയാണ് നമ്മൾ ഈ നീരാഞ്ജനം എന്ന് പറയുക. ഇത് നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ട് ചെയ്യിക്കാം. ഇനി മൂന്നാമത്തെ പരിഹാരം എന്നത് ശിവഭഗവാനെ ഭജിക്കുക എന്നതാണ്. തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. കൂവളത്തില കൊണ്ട് ശിവന് അർച്ചന ചെയ്യിക്കുന്നതും ജലധാര കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഭഗവാന് പിൻവിളക്ക് കത്തിക്കുന്നതും ഈ ശനിദോഷ ശമനത്തിന് വളരെ ഉത്തമമായ പരിഹാരങ്ങളാണ്. ഇനി നാലാമത്തെ പരിഹാരമായി ഇവിടെ നിർദ്ദേശിക്കാനുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഈ പല പ്രകാരത്തിലുള്ള പരിഹാരങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള പരിഹാരമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നാലാമത്തെ പരിഹാരമായിട്ട് ഇവിടെ നിർദ്ദേശിക്കാനുള്ളത് പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും അന്നദാനം നടത്തുക എന്നതാണ്. മാത്രവുമല്ല ദിവസവും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും ശീലമാക്കുക. ഇതെല്ലാം ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള എളുപ്പവഴികളാണ്. ഇനി അഞ്ചാമത്തെ പരിഹാരമായിട്ട് ഇവിടെ പറയാനുള്ളത്, വീടുകളിൽ പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ വളരെ സ്നേഹത്തോടു കൂടി പരിചരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പരിഹാരങ്ങൾ നിങ്ങൾ പൂയം, ആയില്യം, അനിഴം, തൃക്കേട്ട, പോരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ ഈ പറഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ ദുരിതങ്ങൾ വന്നാലും ശരിയായ പ്രാർത്ഥനയും സൽക്കർമ്മങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ അതിനെയെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഈശ്വരൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന ഒരു വിശ്വാസം എപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതിയാകും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.